അസ്സലാമലൈക്കും മുത്തുമണികളെ, അബ്ബാസ് കല്ലോട്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കൈതപ്പൊയിൽ കോഴിക്കോട് ജില്ലയിൽ നോളജ് സിറ്റി ഒക്കെ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ അടുത്ത് ഒരു 1,400 കൊണ്ട് മാറിയിട്ട് നല്ല അടിപൊളി ഒരു കോട്ടേഴ്സ്. ഇതാ നിങ്ങൾ വന്ന് നോക്കിയാൽ അടിപൊളി കോട്ടേഴ്സ്, നിലവിൽ വാടകയും കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണറോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇതിന് എത്ര വാടക ഉണ്ട് എന്നുള്ളത്. എത്ര ഇതിൻ്റെ വാടക വരുന്നേ? കോട്ടേഴ്സും പീഡിയ റൂമും ചേർത്ത് 22,000 നമുക്ക് വാടക. നമുക്ക് ഈ താഴത്തുള്ള റൂം കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്കൊരു വാടക വരുന്നുണ്ട്, ഒരു പീഡിയ റൂം അതും വരുന്നുണ്ട്, ഇനി മുകളിലേക്ക് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ള് നമുക്ക് മുകളിലെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ വാടക കിട്ടും? മുകളിലെ പണിയും കൂടി തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 45 റുപ്യക്ക് വരെ സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. മന്ത്ലി നമുക്കൊരു 45,000 റുപ്യ വരെ നമുക്ക് ഇതിനകത്ത് ഒരു ലാഭം കണ്ടെത്താൻ സാധിക്കും. എത്ര സെന്റ് സ്ഥലമാണ് വരുന്നത്? ഇത് ടോട്ടൽ 20 സെന്റ് സ്ഥലം, അത് സ്ക്വയർ പ്ലോട്ടാണ്. അതുപോലെ 20 സെന്റ് സ്ഥലമാണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നിട്ടുള്ളത്. ഒറ്റ സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിന്റെ പേപ്പറൊക്കെ എന്താ സ്ഥിതി? പട്ടയുള്ളതാണ്, നിശ്ചയിട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പം ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ആളുകൾ ഇഷ്ടംപോലെ കിട്ടുന്നൊരു മേഖലയാണ്. അതൊക്കെ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു കോട്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ആളെ കിട്ടുമല്ലോ നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന 1, 2, 3, 4 റൂമുണ്ട്. 4 റൂമിന് ഫുൾ ആളുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്റ്റുഡൻസിന്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ റൂമൊന്ന് ക്ലിയർ ആക്കി കൊടുക്കേണ്ട താമസമുള്ളൂ, പെട്ടെന്ന് റൂം ഫുള്ളായി കിട്ടും. അപ്പോൾ നമുക്ക് വാടകയ്ക്ക് ആളെ കിട്ടാത്തൊരു പ്രശ്നം വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ചേട്ടായോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ കോട്ടേഴ്സ് ഇപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുക, ഒരു ടീം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള ആളെ കിട്ടുമോ? ഇഷ്ടം പോലെ കിട്ടും. സ്റ്റുഡൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഇഷ്ടം പോലെ തന്നെ ഇഷ്ടം പോലെ. ഏകദേശം നമുക്ക് വാടകയ്ക്ക് ഇപ്പോൾ എത്ര കിട്ടും റൂമിന്? 5 റുപ്യ കിട്ടും. 5 റുപ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടക 5 റുപ്യാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം നിലവിൽ നമുക്ക് 4 റൂമുണ്ട്, മുകളിലേക്ക് ഒരു 5 റൂം റെഡിയാക്കിയതിന് പിന്നെ പീഡിയ റൂമുണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമുക്കൊരു 45 ആണ് നമുക്ക് വാടക ടോട്ടലായിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കോമ്പൗണ്ട് 20 സെൻറ്റ് സ്ഥലം ഈ കോമ്പൗണ്ടായി ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കണക്കാക്കി വെച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്തൊരു ബിൽഡിംഗ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാം, ഈ കാണുന്ന ചെറിയ മധുരം തട്ടിയിട്ട് നിരത്തി സെൻറ്ററിൽ നമുക്കൊരു പാർക്കിങ്ങും ബാക്കി സൗകര്യമൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വെള്ളം കേട്ടോ. വെള്ളത്തിന് നല്ല കണ്ണീര് പോലത്തെ വെള്ളം കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയാണ്, ഒരു സൈലൻറ്റ് ഏരിയ. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മണ്ണിടിച്ചിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും പേടിക്കാനൊന്നുമില്ല. നമ്മൾ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് പ്ലോട്ടായിട്ട് കിടക്കുന്നതിന് നിരന്ന് കിടക്കുന്നൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഈ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ ആളെ കിട്ടും. ഈ കോട്ടേഴ്സിലേക്ക് ആളെ കിട്ടും. അപ്പൊ നമുക്ക് ഒരു റൂമിന് എത്ര രൂപ വാടക കിട്ടും നിങ്ങളുടെ അഭിപ്രായത്തില്? ഇത് 5 രൂപ വാടക പോകുന്നുണ്ടല്ലോ. അപ്പൊ 5,000 രൂപ വെച്ചിട്ട് നമുക്ക് വാടക പോകുന്നുണ്ട്. ഇതൊക്കെ ജെനുവൻ ആയിട്ടുള്ള വോയിസ് അങ്ങ് തരുന്നു കേട്ടോ. അദ്ദേഹം നമ്മൾ വരുന്ന ഷൂട്ട് ചെയ്യുന്ന നമുക്ക് അറിയില്ല. പെട്ടെന്ന് അയാൾ മൈക്ക് കൊടുത്തു, അയാൾ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് വരുന്നത് ഒരു സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ ഒരു ഹാള്, ഒരു ബെഡ്റൂം, ഒരു കിച്ചണ്, അതുപോലെ തന്നെ ഔട്ട് സൈഡിലേക്ക് അത്യാവശ്യം നല്ല സ്പേസ്, നല്ലൊരു ബാത്റൂം കാര്യങ്ങൾ, നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് കൊണ്ടെടുക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലേക്കും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഒരു പണി കംപ്ലീറ്റ് ചെയ്യേണ്ട മെയിൻ സ്ലാബ് കൊടുക്കുക, പിന്നെ തേച്ച് വൃത്തിയാക്കേണ്ട ഒരു പണിയുണ്ട്. അത് കഴിച്ചത് നമുക്ക് അടുക്കള ഭാഗമാണ്. അടുക്കള ഭാഗം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഒന്ന് ഇറങ്ങി നിൽക്കാനും അടുപ്പ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഉണ്ടാക്കി ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടേജാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സെപ്പറേറ്റ് മോട്ടറൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതാണ് നമ്മൾ നോളജിറ്റിൻ്റെ എൻട്രൻസ് ആണത്. ഇവിടെ നമുക്ക് നെസ്കോൻ്റെ ഒരു ഷോപ്പ് ഇവിടെ താഴത്തെ ഫ്ലോറിൽ ഓപ്പൺ ആകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഏകദേശം 1.5 കിലോമീറ്ററാണ് അവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, നല്ല മഴേൻ്റെ സമയത്താണ് പോയത്. പെട്ടെന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ വീഡിയോയിലുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ പറ്റും, നിങ്ങൾ പ്രത്യേകം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നല്ല കമൻറ്റ് ചെയ്ത് വിടുന്ന ആളുകൾക്കൊക്കെ പ്രത്യേക ഓരോ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 1000 രൂപയാണ് ഒരു വ്യക്തിക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങളൊരു ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. അതുപോലെ തന്നെ ഒരു കമൻറ്റ് നല്ലത് അയച്ചാൽ 1000 രൂപ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ടോട്ടൽ ചെയ്ത ആളുകളിൽ നിന്നും ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ട് ആ നറുക്കെടുപ്പിൽ ആരാണോ വിജയിക്കുന്നത് ആ 3 പേർക്കാണ് കിട്ടുക. ഇത് നമുക്ക് മാസം 50,000 രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു വീട് വെച്ച് താമസിക്കുകയും ചെയ്യുക. നിലവിലുള്ള
ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്താലെങ്കിൽ 50 രൂപ നമുക്ക് പ്രതിമാസം എല്ലാ മാസം കൊണ്ട് നമ്മൾ എന്ത് കൃഷി ചെയ്താലും ഇത്രയും പൈസ ഈ ചെറിയൊരു 20 സെൻറ്റ് സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട് വെച്ച് താമസിക്കുകയും ഈ ക്വാർട്ടേഴ്സ് പരിപാലിച്ച് കൊണ്ടുനടക്കുകയും ചെയ്യാണ് സുഖസുന്ദരമായിട്ടൊരു ഫാമിലിക്ക് ഒന്നും അറിയാതെ ലാവിഷായിട്ട് മാസം 50,000 രൂപ അക്കൗണ്ടിലാക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഇത് എടുത്തോളി. എൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പല ഐഡിയകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടേതായ ഐഡിയയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരുപാട് നേരം ഞങ്ങൾ സ്വീപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മളെ കിണറൊന്നും നോക്കാം അല്ലേ. കിണറിൻ്റെ കാര്യം മറന്നു പോയതിന്. അപ്പോൾ അതാ അടിപൊളി വെള്ളം നോക്കി നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കാം. ഇഷ്ടം പോലെ ക്രിസ്റ്റൽ പോലത്തെ വെള്ളം.